PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കാത്തിരുന്ന HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. HSA സോഷ്യൽ സയൻസിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ മറ്റുള്ള നോട്ടിഫിക്കേഷനേക്കാളും ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് അവരെക്കാൾ ലേറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ എക്സാമും നടക്കുക. അപ്പോൾ HSA സോഷ്യൽ സയൻസിന്റെ എക്സാം എന്നായിരിക്കും നടക്കുക എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. സാധാരണഗതിയിൽ PSC പരീക്ഷയുടെ HSA പോലുള്ള അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലുള്ള എക്സാമിനൊക്കെ എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്ന് 6-7 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം നടക്കാറ്. അപ്പൊ നമുക്ക് 2025 ഡിസംബറിലോ അല്ലെങ്കിൽ 2026 ജനുവരിയിലോ HSA സോഷ്യൽ സയൻസിന്റെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇനി കുറച്ച് ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എങ്ങനെയാണ് വ്യക്തമായി സോഷ്യൽ സയൻസ് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സിലബസ് തന്നെയാണ്. സിലബസിൽ പാർട്ട് എയും പാർട്ട് ബിയുമാണ് നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നേക്കുന്നത്. അതിൽ പാർട്ട് ബി ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതായത് സോഷ്യൽ സയൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ എന്തൊക്കെയുണ്ട്? ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് സിലബസ് തന്നെ തിരിച്ച് തന്നിട്ടുണ്ട്. അത് ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടാകും, അതുപോലെ കേരള ഹിസ്റ്ററി ഉണ്ടാകും, വേൾഡ് ഹിസ്റ്ററി ഉണ്ടാകും. അപ്പൊ ഓരോന്നിനും അങ്ങനത്തെ ഡിവിഷൻ ഉണ്ട്. ഇപ്പൊ ജോഗ്രഫി എടുക്കുവാണെങ്കിൽ കേരള ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഡിവിഷൻ ഉണ്ട്. അപ്പൊ ആ ഓരോ ഡിവിഷനെയും അറിഞ്ഞ് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ തീർക്കേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് സോഷ്യൽ സയൻസ് എന്നുള്ള പാർട്ട് ബി ആണ്. പാർട്ട് ബി പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പാർട്ട് എ ആണ്. പാർട്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഈ പെഡഗോഗിയിൽ 1-2 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ 1-2 ടോപ്പിക്സ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ പെഡഗോഗി ആയാലും സൈക്കോളജി ആയാലും അതുപോലെ തന്നെ GK പോർഷൻ ആയാലും റിനൈസൻസ് ആയാലും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ആയാലും ബാക്കി എല്ലാ HSAക്കാർക്കും ഒരുപോലെയാണ്. ഈ പെഡഗോഗിയിൽ 1-2 ടോപ്പിക്സ് ജസ്റ്റ് 2 ടോപ്പിക്സ് മാത്രം കണ്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 ടോപ്പിക്സ് മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയൊക്കെ പാർട്ട് എ എല്ലാം കോമൺ ആണ്. അപ്പൊ നമ്മൾ ആദ്യം പാർട്ട് ബി ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പാർട്ട് ബിക്കാണ് കൂടുതൽ മാർക്ക് വരുന്നത്. അതിനുശേഷം പാർട്ട് എ പഠിക്കണം. അപ്പൊ പാർട്ട് ബി പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് SCRT ചാപ്റ്റേഴ്സ്. നമുക്കറിയാം HSA എന്ന് പറയുന്ന പോസ്റ്റ് 8, 9, 10 ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള അധ്യാപക പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിന് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയ ടെക്സ്റ്റ് ബുക്കും പുതിയ ടെക്സ്റ്റ് ബുക്കും പഠിക്കണം. നിങ്ങൾക്കറിയാം 5, 7, 9 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഈ മാറിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. നേരത്തെ ഉണ്ടായിരുന്ന 5, 7, 9 പഠിക്കണം. ഇപ്പൊ നിലവിലുള്ള 6, 8, 10 പഠിക്കണം. ഈ ജൂൺ ആകുമ്പോഴത്തേനും വീണ്ടും 6, 8, 10 ടെക്സ്റ്റ് ബുക്ക് മാറുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ മാറുമെങ്കിൽ അതും പഠിക്കണം. അപ്പൊ ഇരട്ടി പഠിക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. സാധാരണ ഒരു HSA പരീക്ഷ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന HSA പരീക്ഷ വെച്ച് നോക്കുമ്പോൾ 5 മുതൽ 10ാം ക്ലാസ്സിലുള്ള 5ലെ പാഠപുസ്തകം, 6ലെ പാഠപുസ്തകം, 7ലെ പാഠപുസ്തകം, 8ലെ പാഠപുസ്തകം, 9ലെ പാഠപുസ്തകം, 10ലെ പാഠപുസ്തകം, അങ്ങനെ ഇത്രയും പാഠപുസ്തകം സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് ചെയ്ത SCRT കംപ്ലീറ്റ് ആയി. പക്ഷെ ഇപ്പോഴത്തെ HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷനിൽ പ്രകാരം നമ്മൾ ഡബിൾ ഭാരമാണ്. അത് പഴയ SCRT 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പഠിക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ SCRT പഠിക്കണം. അപ്പൊ 2 ഡബിൾ ഭാരമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ മാറിയിട്ടുള്ള 5, 7, 9 ക്ലാസ്സിലെ SCRT പാഠപുസ്തകം നിങ്ങൾ സോഷ്യൽ സയൻസിന്റെ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. 9ലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് എന്ന് പറയുന്ന 9ലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അഡീഷണൽ പഠിക്കാനുണ്ട്. 5ാം ക്ലാസ്സിലെ ആയാലും 6ാം ക്ലാസ്സിലെ ആയാലും 7ാം ക്ലാസ്സിലെ ആയാലും 5ാം ക്ലാസ്സിലെ ആയാലും ഒത്തിരി ചാപ്റ്റേഴ്സിൽ മാറ്റങ്ങളുണ്ട്. ഒത്തിരി പോയിന്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ടാണ് ഇപ്പോഴത്തെ SCRT വന്നേക്കുന്നത്. അപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ കുറേ ഉണ്ട്. അപ്പൊ ആ വ്യത്യാസങ്ങളെ അറിഞ്ഞു വേണം പഠിക്കാനായിട്ട്. ഇനി എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ബേസ് സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക? അപ്പൊ എങ്ങനെ ടൈം ടേബിൾ ബേസ് സെറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് HSC സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്താ, ഒട്ടും സമയം കളയാതെ, ഒട്ടും ലേറ്റ് ആകാതെ, കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും മികച്ച രീതിയിൽ തന്നെ HSC സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് നടത്തുക. കാരണം അത്ര ഇമ്പോർട്ടൻസ് ഈ തവണത്തെ HSC സോഷ്യൽ സയൻസ് നമുക്കറിയാം. നമ്മൾക്ക് 2030 ആകുമ്പോഴത്തേനും ലയനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു HSCക്കുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വിരളം മാത്രമാണ് കേട്ടോ. അപ്പൊ ഈ തവണ എങ്ങനെയെങ്കിലും നിങ്ങളാൽ കഴിയുന്ന മാക്സിമം നിങ്ങളുടെ കയ്യിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് HSC സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് ജോലി നേടാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസികളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുവരെ എത്ര അപ്പോയിന്റ്മെന്റ്സ് പോയിട്ടുണ്ട്, എത്ര പേര് കഴിഞ്ഞ മുമ്പ് ലിസ്റ്റ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. HSC എന്ന് പറയുമ്പോൾ LP UP കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല, അത് സത്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, LP UP എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ കണക്കിന് ആളുകൾ പരീക്ഷ എഴുതാനുണ്ട്. 2 ലക്ഷമൊക്കെ അടുത്ത് ആളുകൾ പരീക്ഷ എഴുതാനുണ്ടാവും LP UP. പക്ഷേ HSCയിൽ എങ്ങനെയാ, അത്രയും ആൾക്കാരുണ്ടാവില്ല, കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് വേക്കൻസികളുടെ എണ്ണം കുറവുണ്ട്. പക്ഷെ അത്യാവശ്യം വേക്കൻസികളുണ്ട്. വലിയ രീതിയിലുള്ള കുറവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ശ്രമിക്കുക. നാളെ കുറച്ചാൾ കഴിയുമ്പോൾ അന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ, അന്ന് പഠിച്ചായിരുന്നെങ്കിൽ ലഭിച്ചേനെ എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും എന്റെ കോൺട്രിബ്യൂഷൻസ് മൊത്തം എടുത്തിട്ടാണ് ഫെയിലായി പോയത് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു എഫേർട്ടും ഇടാതെ നമ്മൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിളും അതിൽ എങ്ങനെ സിസ്റ്റമാറ്റിക്കായി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. HSC സോഷ്യൽ സയൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്